കാസർഗോഡ് നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തിന് അവകാശം ഉന്നയിച്ച് കോൺഗ്രസ്. സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക എന്ന UDF പ്രഖ്യാപിത നയം കാസർഗോഡും സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് കമ്മാടം ഫേസ്ബുക്കിൽ കുറിച്ചു. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, എന്താണ് കോൺഗ്രസിന്റെ ആവശ്യം? കാസർഗോഡ് നഗരസഭയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ശക്തമായ മത്സരമായിരുന്നു. 2 അംഗങ്ങളെ കോൺഗ്രസിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 39 അംഗ നഗരസഭയിൽ 22 അംഗങ്ങൾ മുസ്ലിം ലീഗിനാണ്, 2 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെ 24 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസ് UDFിനുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സൺ ഉണ്ടാവും. ആ ചെയർപേഴ്സൺ മുസ്ലിം ലീഗിനാവുമ്പോൾ വൈസ് ചെയർപേഴ്സൺ കോൺഗ്രസിന് ലഭിക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന് നേരത്തെ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ 2 അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ മാറ്റമാണ്. UDF എല്ലാ സ്ഥലത്തും കോൺഗ്രസ് മുസ്ലിം ലീഗിന് തുച്ഛമായ അംഗങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് പോലും ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ ഉൾപ്പെടെ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ കാസർഗോഡ് ഈ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകണം എന്നതാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം. ആ ആവശ്യം അവർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകിയിരുന്നു. അങ്ങനെ ജില്ലാ UDF ലൈസൻസ് കമ്മിറ്റി അത് ചർച്ച ചെയ്തെങ്കിലും ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിന് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ നേതാക്കളോട് തങ്ങളുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഈ തവണ ഒരു ടേമെങ്കിലും വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. ജില്ലാ UDF ലൈസൻസ് കമ്മിറ്റിയിലും അവർ നഗരസഭയിൽ കോൺഗ്രസിന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. ഈ കാര്യം DCC പ്രസിഡന്റ് മണ്ഡലം കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റി ആ വിവരം തങ്ങളുടെ നീരസവും പ്രതിഷേധവും കോൺഗ്രസ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.